അവൾക്ക് പിന്നാലെ അവനും പോയി എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചിന്നുപ്പാപ്പു എന്ന് പറയുന്ന രേഷ്മയ്ക്ക് പിന്നാലെ രേഷ്മയെ എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ചിരുന്ന സന്ദേശം യാത്രയായി എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന, ഈ മണിക്കൂറിലെ ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളിൽ ഒന്ന് തന്നെയാണ്. ഞാൻ ഈ ചിന്നുപ്പാപ്പുവിൻ്റെ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് മോർച്ചറിയുടെ പരിസരത്തേക്ക് പോയ സമയത്ത് ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും ഈ പറയുന്ന ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോലീസിനോട് ഈ വിഷയം അന്വേഷിച്ചപ്പോൾ എവിടെയും ഈ ആൺ സുഹൃത്ത് കുറ്റക്കാരനായിട്ടുള്ള ഒരു തെളിവോ ഇവൻ്റെ ഫോണ് പരിശോധിച്ച സമയത്തോ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഈ മണിക്കൂറിലും എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അവനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു, അവനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ റിഫയുടെ കേസിൽ മെഹനാസ് തല്ലിച്ചതച്ചതുപോലെയോ മെഹനാസ് ഉപദ്രവിച്ചതുപോലെയോ മെഹനാസ് ക്രൂരമായി ആക്രമിച്ചതുപോലെയുള്ള ഒരു കാര്യവും ചിന്നുപ്പാപ്പുവിൻ്റെ കേസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചിന്നുപ്പാപ്പു ഡിവോഴ്സായിട്ട് നിൽക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കൊടുത്തു നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും അവരുടെ സ്വകാര്യ ജീവിതമാണ്. അവർക്ക് ഡിവോഴ്സ് ആകാൻ പല കാരണങ്ങളുണ്ടായേക്കാം. നമ്മൾ ഈ പുറത്ത് കാണുന്ന ഒന്നുമല്ല പല കുടുംബജീവിതങ്ങളും. ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ശരിയായിരിക്കാം, ചില കേസുകളിൽ അതൊരു ശരിയും കൂടിയാണ്, ഞാൻ അനുകൂലിക്കുകയല്ല. ചില നിമിഷങ്ങളിൽ അതല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്ത കേസുകളുണ്ട്. അപ്പോൾ ചിന്നുപ്പാപ്പു അങ്ങനെയായിരിക്കാം ഡിവോഴ്സ് ചെയ്യുക. ആ കുട്ടിയെ അവളും അവളുടെ കുടുംബവും നല്ല രീതിയിൽ പരിചരിച്ചുകൊണ്ടുമുണ്ട്. പക്ഷേ അതിനിടയിലാണ് ചിന്നുപ്പാപ്പു ഈ പറയുന്ന ആൺസുഹൃത്തായിട്ടുള്ള സന്ദേശവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് പോയി എന്നുള്ളതാണ് അവരുടെ കൂട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം എന്നോട് ഈ ആത്മഹത്യ വിളിച്ചു പറഞ്ഞത് ഈ സന്ദേശിൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം സന്ദേശം കൂടി പോയി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു കാര്യം, ഈ പോലീസ് സ്റ്റേഷനിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, സന്ദേശ് വളരെയധികം ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന ഈ ചിന്നുവിനെ, രേഷ്മ എന്ന് പറയുന്ന ഈ ചിന്നുപ്പാപ്പുവിനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അവളില്ലാത്തൊരു ജീവിതം അവന് സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴും കസ്റ്റഡിയിൽ എടുത്ത സമയത്തും അവൻ മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതിരുന്നു എന്നുള്ളതാണ്. വല്ലാത്തൊരു അവസ്ഥയിലൂടെ ആ ചെറുപ്പക്കാരൻ കടന്നുപോയി എന്നുള്ളതാണ് എനിക്കറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അവൻ അവളെ ഓർത്ത് വല്ലാത്തൊരു ദുഃഖത്തിലൂടെ കടന്നുപോയിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവനെ പല ആളുകളും കുറ്റപ്പെടുത്തി എന്നുള്ളതാണ്. ഞാനൊക്കെ ഒരു വാർത്ത ചെയ്യുമ്പോൾ പോലീസ് ഈ വിഷയത്തിൽ കണ്ടെത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശത്തിനെതിരെ ഞാനൊരു വാക്ക് പോലും ആ വീഡിയോ ചെയ്തപ്പോൾ പറയാം. നമ്മൾ കുറേ കാര്യങ്ങൾ അന്വേഷിക്കണം. എന്നാൽ സന്ദേശിൻ്റെ ചിത്രവും വീഡിയോ ഒക്കെ ചില യൂട്യൂബ് ചാനൽസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ സന്ദേശിൻ്റെ സുഹൃത്തുക്കൾ ഒരു മീഡിയയെ വിളിച്ചപ്പോൾ, കുറ്റപ്പെടുത്തി കൊടുത്തല്ല, ഇങ്ങനെ കൊടുത്തപ്പോൾ പോലും അതുപോലും കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അത് നീക്കം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ സന്ദേശിൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ സന്ദേശിന് വല്ലാത്തൊരു മാനസിക സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ടുള്ള പ്രണയങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു മുഴം കയറിലേക്ക് അവൾ പോകുമ്പോൾ അവനും പിന്നാലെ പോകുന്നൊരവസ്ഥയുണ്ട്. ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് ചിന്നുപ്പാപ്പുവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വരുന്ന മെയിൻ സ്ട്രീമിലെ വാർത്ത നമുക്കൊന്ന് കേട്ടുനോക്കാം. ആത്മഹത്യ ചെയ്ത യൂട്യൂബർ ചിന്നു പാപ്പുവിന്റെ ആൺ സുഹൃത്തും മരിച്ച നിലയിൽ. കാസർഗോഡ് ചൌക്കി സ്വദേശി സന്ദേശിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിന്നു പാപ്പു എന്ന രേഷ്മയും സന്ദേശും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഉളിയത്തടുക്കയിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രേഷ്മ തൂങ്ങി മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, രേഷ്മയുടെ മരണശേഷം ഈ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ടായിരുന്നു അന്വേഷണം ഒക്കെ പുരോഗമിച്ചിരുന്നത്. ഇപ്പോഴിത് ആൺസുഹൃത്തും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അങ്ങേയറ്റം വേദനാജനകമായ വാർത്ത തന്നെയാണ് ഈ രേഷ്മ എന്ന് പറയുന്ന ചിന്നുപ്പാപ്പുവിനെ ആത്മഹത്യക്ക് തൊട്ടു പിന്നാലെ ആൺ സുഹൃത്തു കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം അരമണിക്കൂർ മുൻപാണ് മന്നിപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കുഡ്ലു മന്നിപ്പാടിയിലെ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ സന്ദേശിനെ കണ്ടെത്തിയത്. തിങ്കളാഴ്ചയാണ് ഇൻഫ്ലുവൻസറായ ചിന്നുപ്പാപ്പു എന്ന രേഷ്മ ആത്മഹത്യ ചെയ്ത നിലയിൽ ഉളിയത്തുടുക്ക ക്വാർട്ടേഴ്സിൽ കാണപ്പെട്ടത്. അവിടെ ഈ സന്ദേശും അതുപോലെ തന്നെ ഈ രേഷ്മയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി താമസിച്ചിരുന്നത്. അതിൽ രേഷ്മയുടെ മരണവുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ സന്ദേശിനെ പോലീസ് അന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പോലീസ് അതേ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ രേഷ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സന്ദേശിന് പങ്കില്ല എന്ന് കണ്ടതിനെ തുടർന്ന് അവരെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയക്കുമായിരുന്നു. അത് നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത്
ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഈ സന്ദേശിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോഴോ സന്ദേശുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി പരിശോധിച്ചപ്പോഴോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആത്മഹത്യയിലേക്ക് കാരണമാകുന്ന ഒന്നും സന്ദേശ് ചെയ്തിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ പറയുന്ന സന്ദേശിനെ വെറുതെ വിട്ടത്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങളൊന്നും ഈ സന്ദേശിൻ്റെ പേര് പരാമർശിക്കാത്തത്. പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലോ ഈ പറയുന്ന കുടുംബത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയിട്ടുള്ള പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിലോ സന്ദേശ് പ്രതിയായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. സന്ദേശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അവൻ പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. സന്ദേശിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് അവൻ വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു ജീവിതം അവസാനിപ്പിച്ച് പോകുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള മനുഷ്യർക്ക് അത് താങ്ങാൻ പറ്റില്ല. മാനസികമായിട്ട് ഭദ്രതയില്ലാത്ത, മാനസികമായിട്ട് വലിയ ശക്തിയില്ലാത്ത മനുഷ്യർ അതിന് പിന്നാലെ പോയി പോകും. അവർക്കൊന്നും ചെയ്യാനാവില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരും തിരിച്ചു അതേപോലെ തന്നെയായിരിക്കും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാവുക. നമ്മളില്ലാത്തൊരു ലോകത്തെക്കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ടാകില്ല. നമ്മളില്ലാത്തൊരു ഒരു ഒരു വലിയ സന്തോഷ നിമിഷം പോലും നമ്മളില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷ നിമിഷം പോലും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. എല്ലാ പ്രണയങ്ങളും കള്ളമല്ല എന്നുള്ളതാണ്. എല്ലാ പ്രണയങ്ങളും ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ട് വിഷമങ്ങളിൽ പങ്കുചേരാൻ, അതുപോലെ തന്നെ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് പ്രണയങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിന്നുപാപ്പുവും ഈ പറയുന്ന സന്ദേശം ആത്മഹത്യ ചെയ്തു എന്നുള്ള വിഷയം നിൽക്കുമ്പോഴും പോലീസ് ഈ വിഷയം കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ളതും കൂടി ഞാനിവിടെ പറയാണ്. കാരണം എന്തെങ്കിലും ഒരു കാരണം ആ ആത്മഹത്യക്ക് പിന്നിൽ ഉണ്ടാകാം. ആ കാരണത്തിൽ സന്ദേശില്ല എന്നുള്ളത് സന്ദേശിൻ്റെ ഈ മരണത്തിലൂടെ നമുക്കൊരു 90-95% വായിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ആ ചെറുപ്പക്കാരൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അവളില്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ പറ്റാതെ യാത്രയായി എന്നുള്ളതാണ്. കാരണം സന്ദേശിന് ജീവിക്കാമായിരുന്നു. സന്ദേശിനെതിരെ നിലവിൽ ഒരു അന്വേഷണമില്ല. സന്ദേശിനെതിരെ നിലവിൽ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ കൂളായിട്ട് മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ച് ജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു. പക്ഷെ അയാളുടെ പ്രണയ യാഥാർത്ഥ്യമായിരുന്നു. അവളോടുള്ള ഇഷ്ടം അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അവളോടുള്ള സ്നേഹം അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ടാണ് സന്തോഷ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് പോയത്. എന്തായാലും സന്തോഷിൻ്റെ സുഹൃത്തുക്കളൊക്കെ വലിയ വിഷമത്തിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവ് അടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഈ പ്രണയത്തിൻ്റെ തീവ്രതയും മറ്റുള്ളതൊക്കെ പറയുമ്പോഴും ആത്മഹത്യ ഒരു നല്ല സന്ദേശമല്ല. ആത്മഹത്യ വളരെ അപകടകരമായിട്ടുള്ളൊരു സന്ദേശമാണ്. ആ സന്ദേശം നമ്മുടെ സമൂഹത്തെ, നമ്മുടെ നാടിനെ, നമ്മുടെ യുവത്വത്തെ നശിപ്പിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആത്മഹത്യയിലേക്ക് പോകരുത്. നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അടുത്ത, നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് എനർജി തരുന്ന സുഹൃത്തുക്കളോട് നിങ്ങളുടെ എന്ത് വിഷമം ഉണ്ടെങ്കിൽ പങ്കുവെക്കുക. അതല്ലെങ്കിൽ നല്ലൊരു കൗൺസിലിങ്ങിന് നിങ്ങൾ വിധേയരാവുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു വഴിയും ഈ വിഷയം പരിഹരിക്കാൻ നമ്മുടെ അടുത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.